ഹലോ, നമ്മൾ പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലുള്ള നരസിമുക്ക്, ഷോളയാറ്, കാറ്റാടിപ്പാടം, നരസിമുക്കിലേക്കുള്ളൊരു യാത്രയാണ്. ഇവരൊക്കെ നമ്മുടെ കൂടെ നരസിമുക്കിലെ യാത്രക്കാരാണ്. സ്കൂട്ടർ, ബൈക്ക്, ബുള്ളറ്റ് എല്ലാം ഈ വണ്ടി നമ്മളെ കൂടെ ഉണ്ട്. എല്ലാവരും യാത്രക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 7 ബൈക്കുകളാണുള്ളത്. മൊത്തം 7 ബൈക്കുകൾ. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അബൂബക്കറാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടത്തൂർ ടൗണാണ്. മലപ്പുറം ജില്ലയിൽ വെട്ടത്തൂർ ടൗണ്. ഇതിലൂടെയാണ് നമ്മൾ ഇനി അടുത്ത അലനല്ലൂർ, പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. അലനല്ലൂർ വഴി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അലനല്ലൂരാണ്. പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ അങ്ങാടിയാണ്. നമ്മൾ പെരിന്തൽമണ്ണ റോട്ടിൽ നിന്ന് അലനല്ലൂർ. ഒരു ബൈക്ക് കൂടി നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. റിയാസ് ബാബു അലനല്ലൂർ വെച്ചാണ് നമ്മുടെ കൂടെ ചേർന്നത്. മണ്ണാർക്കാട് കോളേജിൻ്റെ അടുത്താണ് പ്രശസ്തമായ MES കല്ലടി കോളേജ് മണ്ണാർക്കാടാണ്. MES കല്ലടി കോളേജിൻ്റെ ഭാഗത്തുള്ള മണ്ണാർക്കാട് ടൗണിൻ്റെ ഭാഗമാണ്. നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് കുന്തിപ്പുഴ പാലാണ്. മണ്ണാർക്കാട് കോയമ്പത്തൂർ റോഡിലുള്ള കുന്തിപ്പുഴ പാലം. പുഴ കാണാം. മണ്ണാർക്കാട് ടൗണിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ടൗണാണ് മണ്ണാർക്കാട്. നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടി, ഷോളയൂർ, നരസിമുക്ക് ഒക്കെ കവർ ചെയ്യുന്ന ഫെഡസ്ട്ര ചാനലിൻ്റെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണിത്. മണ്ണാർക്കാട് കോടതിപ്പടി കഴിഞ്ഞ് ഉള്ള ഒരു ഭാഗമാണിത്. ഇനി ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കും. അട്ടപ്പാടിയിലേക്ക് ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയും. അട്ടപ്പാടിയിലേക്ക് ലെഫ്റ്റിലേക്കാണ്. മണ്ണാർക്കാട് കോടതിപ്പടി കഴിഞ്ഞ ശേഷമുള്ള ലെഫ്റ്റ്. വെൽക്കം ടു സൈലന്റ് വാലി ബോർഡ് കാണാം. അട്ടപ്പാടിയിലേക്കുള്ള റോഡാണിത്. റോഡ് തുടക്കത്തിൽ തന്നെയുണ്ട് വെൽക്കം ടു സൈലന്റ് വാലി. നേരെ കോയമ്പത്തൂർ പോയി മുട്ടുന്ന ഒരു റോഡാണ്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. ഒരു വരണ്ട കാലാവസ്ഥയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൈലന്റ് വാലി. നമ്മൾ സൈലന്റ് വാലി ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്. ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. Ada cungkok.
നമ്മളിപ്പോൾ സൈലൻറ്റ് വാലി വനമേഖലയിൽ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആനക്കട്ടിയിലേക്കുള്ള റോഡാണ്. നമ്മുടെ വണ്ടി നന്നായിട്ട് പുള്ളിങ് ഉണ്ട് അല്ലേ മുസഫറെ? നല്ല പുള്ളിങ് ഉണ്ട്. യെസ്, എൻടോർക്കാണിത്. എൻടോർക്ക്, TVS എൻടോർക്ക്. നല്ല പെർഫോമൻസാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചെങ്കുത്തായൊരു പാറം കാണാം. ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. നമ്മൾ ചുരം കയറി പോരുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. ഒരുപാട് ആളുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് വ്യൂ കാണുന്നുണ്ട്. അട്ടപ്പാടിക്കുള്ള ചുരം കയറി വരുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കാൻ സൗകര്യമുള്ള, വണ്ടി നിർത്താൻ സൗകര്യമുള്ള ഫസ്റ്റ് പോയിൻ്റാണിത്. സൈലൻറ്റ് വാലി ഫോറസ്റ്റിലൂടെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ട്. ഒരു KSRTC ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, നല്ല നിബിഡമായ വനമാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് താവളം എന്ന സ്ഥലത്ത് നല്ലൊരു പാലമുണ്ട്. പുഴയ്ക്ക് കുറുകെ നല്ലൊരു പാലം, നല്ല രസമാണ്. രണ്ട് സൈഡിൽ നല്ല സീനറി കാണാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോവുകയാണ്. ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് നമ്മൾ ആ ഭാഗത്തൊന്ന് കാണാൻ വേണ്ടി അവിടെ നല്ല കാഴ്ചയാണ്. അവിടെ നമ്മളെ ഭവാനിപ്പുഴയാണ്, നല്ല സീനറിയാണ്. ആളുകൾ അവിടെ വന്ന് കുളിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ കാണാൻ വന്ന ആളുകൾ തന്നെ നല്ല തണുപ്പുള്ള വെള്ളം മാത്രമാണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് മടങ്ങാണ്. ഇനി നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ അട്ടപ്പാടി ഗൂളിക്കടവ് നമ്മൾ ആദ്യം എത്തുക. എല്ലാ ബൈക്കുകളും നല്ല സ്ലോ മോലൊക്കെ വരുന്നുണ്ട്. കാറ്റാടി കാണാനോർത്തി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഷോളയിൽ എത്തിയ കുറച്ചുകൂടി അടുത്തുനിന്ന്, വളരെ അടുത്തുനിന്ന് കാറ്റാടി കാണാൻ പറ്റും. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നല്ല കാറ്റാണ്, നല്ല കാറ്റുണ്ട്. നല്ല വണ്ടി നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. കടവാണ് ഗൂളിക്കടവ് ടൗൺ എത്തിയിട്ടുണ്ട്. ഗൂളിക്കടവിൽ ഹോട്ടൽ തലശ്ശേരിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആവുകയാണ്. ഗൂളിക്കടവ് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോവാണ്. ചിറ്റൂർ റോഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂളിക്കടവ് നിന്ന് നേരെ പോയാൽ നേരെ ആനക്കട്ടി, അട്ടപ്പാടി നേരെ ആനക്കട്ടി എത്തും. ഗൂളിക്കടവ് ഷോളയൂർക്കുള്ള ചിറ്റൂർ റോഡ് വഴിയാണ് പോകുന്നത്. ഷൂട്ടിംഗ് പോയിന്റിലേക്ക് ചിറ്റൂരിൽ നിന്ന് കുറച്ച് പോയിട്ടാണ് ഷോളയൂർക്ക് തിരിയുക. നമ്മൾ ചിറ്റൂർ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. രണ്ട് ദൃശ്യങ്ങളും, ബാക്കിലുള്ള ദൃശ്യങ്ങളും മുൻഭാഗത്തുള്ള ദൃശ്യങ്ങളും നമുക്ക് ഒരുപോലെ ഇതിൽ ഷൂട്ട് ചെയ്യാം. നമ്മൾ ചിറ്റൂർക്ക് ഇനി എത്താൻ 4 കിലോമീറ്റർ കൂടിയുണ്ട്. ചിറ്റൂർ എത്താൻ 4 കിലോമീറ്റർ കൂടിയുണ്ട്.
കൂളിക്കടവ്, മുച്ചിക്കടവ്, ചിറ്റൂര്. നമ്മുടെ ബാക്കിലേക്കൂടെ നമ്മുടെ കൂടെ വന്ന ബൈക്കുകൾ വരുന്നുണ്ട്. ഇവിടെ ഷോളയൂർ പഞ്ചായത്തേക്ക് വെൽക്കം ചെയ്യുന്നൊരു വെൽക്കം ബോർഡുണ്ട്. ഒരു ചെറിയൊരു തോടുണ്ട് അവിടെ. നല്ലൊരു കാഴ്ചയാണ് അവിടെ. മിക്കവാറും വരുന്ന വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ട് കുറച്ചൊക്കെ ഒരു കാഴ്ചകൾ കണ്ടിട്ടാണ് പോകുന്നത്. വെൽക്കം ടു ഷോളയൂർ നിർമ്മൽ ഗ്രാം എന്നൊക്കെ പറഞ്ഞ ബോർഡ് അവിടെ കാണാം. ആളുകളുടെ താമസം വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ പെട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നത്. പെട്ടിക്കൽ നമ്മൾ ഷോളയൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോളയൂർ കാറ്റാടിപ്പാടത്തെത്തിയിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ ചുവട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കാറ്റാടി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണതാണ്. അതിൻ്റെ അടിയിൽ അതിൻ്റെ എന്തൊക്കെ കുന്ത്രാണ്ടങ്ങളുണ്ട്. നല്ലൊരു പുൽമേടാണ്. നമ്മൾ അബു സാഹിബൊക്കെ നമ്മളെ കൂടെ നല്ല ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 നല്ല വ്യൂ ആണ്. ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല കാറ്റാണ്. സൗണ്ട് കേൾക്കണില്ലേ? തിരിയണ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ട്. ഷോളയൂർ കാറ്റാടിപ്പാടത്താണ്. നല്ല സ്ഥലമാണ്, വന്നിരിക്കാൻ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ആനക്കട്ടിക്ക് പോണ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മുകളിലേക്ക് കയറിയാലാണ് നമ്മളിങ്ങനെ ഈ ഒരു ഏറ്റവും അടുത്തായിട്ട് നമുക്കിത് കാണാൻ കഴിയുക. നല്ല വ്യൂ ആണ്. നമ്മൾ പോകുന്നത് നേരെ ആനക്കട്ടി ജംഗ്ഷനിലേക്കാണ്. നമ്മൾ ഗോളിക്കടന്ന് നേരെ വന്നാൽ എത്തുന്ന ജംഗ്ഷൻ ഉണ്ട്. നമ്മളൊന്ന് വളഞ്ഞ് ചിറ്റൂർ വഴി ഷോളയൂർ വഴി വന്നുകൊണ്ട് ആനക്കട്ടി ജംഗ്ഷനിലേക്ക് നമ്മളെത്തും. റോഡിൻ്റെ രണ്ട് ഭാഗത്തും നിറയെ തെങ്ങുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ജില്ലയിലൊന്നും അങ്ങനെ കാണുക, നിറച്ച് തെങ്ങുകൾ. നമ്മൾ ആനക്കട്ടി ജംഗ്ഷനിലേക്ക് എത്തി. നമ്മളെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് നേരെ ഗൂഗിളിക്കടവ് നിന്ന് വരുന്ന റോഡ്. നമ്മളെല്ലാവരും ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ഇനി പോകും. ചായ കുടിച്ച ശേഷം നമ്മൾ ഗൂളിക്കടവ് ഭാഗത്തേക്ക് നേരെ പോണ്. കുറച്ചധികം ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് റൈറ്റിലെടുത്താൽ നരസിംഹമുക്ക് നമുക്ക് പോകാം. നരസിംഹമുക്ക് അറിയില്ലേ, നമ്മൾ അയ്യപ്പനും കോശി ഷൂട്ട് ചെയ്ത് അവിടെ ഒരു പുൽമേടുണ്ട്. അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഗൂളിക്കടവ് നിന്ന് നേരെ കയറുകയും ചെയ്യാം. ഇത് കുറച്ച് ഉള്ളേരിയ കൂടി നമുക്ക് പോകാം. രണ്ട് വ്യൂ കാണുന്നത്, നമ്മളെ ബൈക്കുകൾ വരുന്ന വ്യൂ കാണുന്നത്, നമുക്ക് നേരെ പോകാനുള്ള റോഡും കാണുന്നുണ്ട്. അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിൽ നമ്മളെ റോഡാണ്. ഇവിടുന്ന് ഇനി റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. റൈറ്റ് സൈഡ് നേരെ പോയാൽ ഗൂളിക്കടവ് എത്തും. നമ്മൾ റൈറ്റിലേക്ക് എടുത്തുകൊണ്ട് കുറച്ച് വളഞ്ഞ വഴിയിലാണ് പോണത്, ഉൾഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെയുള്ള ബൈക്കുകളൊക്കെ നമ്മളെ കൂടെ വരുന്നില്ല. ഇനി ഇവിടുന്ന് അവിടെ ഒരു ഓഫ് റോഡ്, ലെഫ്റ്റിലേക്ക് എടുത്താൽ ഇവിടുന്ന് ഒരു ഓഫ് റോഡാണ്, കുറച്ച് ഓഫ് റോഡാണ്. ബൈക്കിനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ കുറച്ച് ബൈക്കുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അവർ 2 ബൈക്ക് നമ്മളെ വഴി തെറ്റിപ്പോയെന്ന് സംശയമുണ്ട്. ഇതാണ് ആ പുൽമേട്. ഇതാണ് നരസിംഹമുക്കിലെ ഷൂട്ടിംഗ് പോയിൻ്റ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലേ. നേരിട്ട് ഇപ്പോൾ കാറിട്ടൊക്കെ വരികയാണെങ്കിൽ നേരെ ഇതിന് മുകളിൽ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഇരുന്ന് ഗവൺമെൻറ് ഫോറസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കാണാതാ ആ ഷൂട്ടിംഗ് പോയിൻ്റ്, ആ സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് ആലോചിച്ച ആളുകൾക്ക് ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ
ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയാൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതാണിത്. വളരെ നല്ലൊരു വ്യൂ ആണ്. ആ ഒരു ഷൂട്ടിങ് കഴിഞ്ഞതിൻ്റെ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ പ്ലൈവുഡ് ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും ആരും കൂടെ ഇവിടെ ജനവാസം വളരെ കുറവായതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല ഇതൊന്നും പെറുക്കി കൊണ്ടുപോകാൻ. വളരെ നല്ല വ്യൂ ആണ്. നല്ല കാറ്റാണ് അവിടെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ലോക്ക്ഡൗൺ ആയിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുന്നു. അത് ആ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ബാക്കി പത്രമാണ് അവിടെ കിടക്കുന്നത്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ പോലീസന്മാർ വരും. അവർ അവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിടുന്നത് കാണാം. പ്രത്യേകിച്ച് സൺഡേ ആകുമ്പോൾ നല്ല റഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു നമ്മൾ ബൈക്ക് യാത്ര നമ്മൾ കഴിഞ്ഞ് നമ്മൾക്ക് മടങ്ങാം. നമ്മൾ നേരെ മണ്ണാർക്കാട്ടേക്കുള്ള റോഡിൽ പിടിക്കുകയാണ്. ചുരം ഇറങ്ങി നമുക്ക് ഇനി മണ്ണാർക്കാട്ടേക്ക് എത്തി പിന്നെ അവിടെ നേരെ പെരിന്തൽമണ്ണ പോയാം. ഓക്കെ, താങ്ക് യു.